Alightmotion നമുക്ക് റൊട്ടേഷനും അതേപോലെ തന്നെ സ്ട്രൈപ്സും വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു EFX ട്രാൻസിഷനാണ് നമ്മളിന്ന് മെയിനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പേര് പോലെ തന്നെ നിങ്ങൾക്ക് EFX വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രാൻസിഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റത്തെ പാർട്ട് റൊട്ടേഷൻ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും, സെക്കൻഡ് പാർട്ട് സ്ട്രൈപ്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും. ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടി ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ കിട്ടുന്നത്. സോ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് പാർട്ടിലോട്ട് വരാം. ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള ആ ഒരു ട്രാൻസിഷനാണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ലെയേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ 2 ലെയേഴ്സും. ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ്, അതായത് ഫസ്റ്റ് ലെയറിൻ്റെ അടിയിലായിട്ടാണ് സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പാർട്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ സ്ക്രീൻ ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് ലെയറും ഫിൽ സ്ക്രീൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം ആങ്കർ പോയിൻറ്റ്, അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ എടുക്കുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ആങ്കർ പോയിൻറ്റുമേ. സോ ആ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പോൾ ഇതാണ് ആ ഒരു ആങ്കർ പോയിൻറ്റ്, ജസ്റ്റ് കറക്റ്റായിട്ട് സെൻറ്ററിൽ കറക്റ്റായിട്ട് അടിയിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ഭാഗം അടിയിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക ഫ്രെയിമായിട്ടായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ആ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ലെയറിലോട്ട് വരിക. ഇതേപോലെ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. ആങ്കർ പോയിൻ്റ് എടുത്തതിന് ശേഷം അടിയിലോട്ട്, സെൻറ്ററിൽ അടിയിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ 2 ലെയേഴ്സിലും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം. നമ്മൾ റൊട്ടേഷനിലാണ് ട്രാൻസിഷൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യാം, റൊട്ടേഷൻ എടുക്കുക, സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ കീ 90 ഡിഗ്രി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യണം. ഈ ഒരു ഗ്രാഫാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്തതിന് ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. നമുക്ക് മറ്റ് ലെയറിലും ഈ ഗ്രാഫ് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ലെയറിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി സെക്കൻഡ് ലെയറിലോട്ട് വരികയാണ്. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുകയാണ്, റൊട്ടേഷൻ എടുക്കുകയാണ്, സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ കീ 90 ഡിഗ്രി ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കീ ഫ്രെയിം വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യരുത്. സോ നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്, ടൈൽസ് എഫക്റ്റ് ആണ്. സോ അതെപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുക. ടൈൽസ് എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയറിലും അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് പാർട്ട്, അതായത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഇല്ല ആ ഒരു ട്രാൻസിഷൻ, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും സെക്കൻഡ് പാർട്ടിലോട്ട് വരാം. സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രൈപ്സ് വെച്ചിട്ടാണ് ആ ഒരു കാര്യം, ആ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രൈപ്സ് വെച്ചിട്ടാണ്. സോ നമുക്ക് എന്തായാലും അത് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യാണ്, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, പ്രൊസീഡുറൽ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് സ്ട്രൈപ്സ് കാണാനായിട്ട് പറ്റും. സ്ട്രൈപ്സ്, സ്ട്രിപ്സ് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാനിപ്പോൾ സ്ട്രൈപ്സ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൗണ്ട് 0.5 ആക്കി കൊടുക്കുക കൗണ്ട്. എന്നിട്ട് വിഡ്ത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ റേഷ്യോ അനുസരിച്ചിരിക്കും വിഡ്ത്തിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ റേഷ്യോ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്രയാണ് വിഡ്ത്ത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. പിന്നെ ആംഗിൾ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആംഗിൾ 90 ഡിഗ്രിയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ട്രാൻസിഷന് ആംഗിൾ 90 ഡിഗ്രിയാണ് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഓരോ ട്രാൻസിഷൻസും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്ന ഈ ഒരു ബ്ലൂ കളർ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് കുറച്ചുകൂടി ഭംഗി വരുന്നത്. ഇനി നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഫേസിലാണ് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ലെയറിൽ എങ്ങനെ വരണ്ടേ നമുക്ക് തീരുമാനിക്കാം. അതായത് ഫേസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു സെൻറ്ററിലോട്ടാണ് നമുക്ക് ഈ ഒരു സ്ട്രൈപ്സ് വരേണ്ടത്. സോ നമുക്ക് ആദ്യം ഫ്രെയിം ഔട്ട് ആക്കി കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എൻഡിങ്ങിൽ കീ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെൻറ്ററിലായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്ട്രൈപ്സ് ഇപ്പോൾ സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വിഡ്ത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ വിഡ്ത്തിലൊന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ റേഷ്യോ അനുസരിച്ച് അത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫേസിൽ ആ ഒരു 2 കീ ഫ്രെയിംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യണം. അതിനായിട്ട് ഗ്രാഫ് സെറ്റ് ചെയ്യാം. ഈ ഒരു ഗ്രാഫാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലുള്ളൊരു ഗ്രാഫ്, അതായത് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ തന്നെ ആ ഒരു ബ്ലൂ കളർ കാണണം, ആ ഒരു സ്ട്രൈപ്സ് നമുക്ക് കാണണം, എന്നാലാണ് ഭംഗി വരിക. അപ്പോൾ
നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഗ്രാഫാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫല്ല ഈ ഒരു ഗ്രാഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് കോപ്പി ചെയ്യാണ്. നമുക്ക് മറ്റേ ലെയറിലും ഇതേപോലെ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ലെയറിലെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയറിലോട്ട് വരാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക, സോറി എഫക്റ്റ് എടുക്കുക. നമ്മൾ സ്ട്രൈപ്സ് എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൗണ്ട് 0.5 ആക്കി കൊടുക്കുക. വിഡ്ത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ചോയ്സാണ്. ആംഗിൾ നിങ്ങൾ 90 ഡിഗ്രി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫൈൻ. ഇത് നിങ്ങൾ ഫേസ് ആണ് എടുക്കേണ്ടത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സെൻറ്ററിലോട്ട് വരണം. അപ്പോൾ അതിനായിട്ട് ആ ഒരു സെൻറ്റർ ഭാഗം എത്തുന്ന വരെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ സെൻറ്റർ പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്ററിലോട്ടാണ് എനിക്ക് ആദ്യം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രെയിം ഔട്ടായി പോകുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. അതായത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രെയിം ഔട്ടായിട്ട് പോകുന്ന രീതിയിലുള്ളതാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫേസിൽ തന്നെയാണ് നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫേസിൽ സെൻട്രലിലെ കീ എടുത്തതിന് ശേഷം ഫ്രെയിം ഔട്ട് ആക്കിയിട്ട് കളയുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ആ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഗ്രാഫാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗ്രാഫ് എടുക്കുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത്. കണ്ടോ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം, ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്. നിങ്ങളെല്ലാവരും ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ട് കണ്ടുപിടിച്ച ഒരു ട്രാൻസിഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോഷൻ ബ്ലർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രിവ്യൂവിൽ മോഷൻ ബ്ലർ ആഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ലാഗ് എനിക്ക് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യാത്തത്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മോഷൻ ബ്ലർ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ട്രാൻസിഷൻ. മോഷൻ ബ്ലർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മെയിനായിട്ട് തന്നെ നിങ്ങളുടെ EFX വീഡിയോസിലും അതേപോലെ തന്നെ മോഗ്രാഫ് വീഡിയോസ്, അതായത് മോഷൻ ഗ്രാഫിക്സ് വീഡിയോസിലൊക്കെ നിങ്ങൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. MB4 വീഡിയോസിൽ, അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും EFX വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മോഗ്രാഫ് വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.